നമസ്കാരം. ട്രംപിന്റെ നാളുകൾ എണ്ണപ്പെട്ടു. മരണം കാത്ത് ട്രംപ്. ട്രംപിന്റെ നില അതീവ ഗുരുതരമാണ്. ബോധം നശിച്ചിരിക്കുന്നു. 13 മാസത്തിനിടെ മൂന്നാമത്തെ വട്ടം ട്രംപ് വീണ്ടും ആശുപത്രിയിലേക്ക് പോകും. കഴുത്തിലും കൈകളിലും ഉൾപ്പെടെ ചർമ്മത്തിൽ ചതവുകളും ചുവന്ന പാടുകളും കൂടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കണങ്കാലിൽ വീക്കമുണ്ടാകുന്നു, ഓർമ്മശക്തി നശിക്കുന്നു, ബോധമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തും. മീറ്റിങ്ങുകളിലൊക്കെ ഇങ്ങനെ ഉറക്കം തൂങ്ങുന്ന ട്രംപിനെയാണ് കാണേണ്ടി വരുന്നത്. ആരോഗ്യ വിവരം എന്താണ് എന്ന് പോലും പുറത്തുവിടാതെ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നു വൈറ്റ് ഹൗസ്. സത്യത്തിൽ ട്രംപിന് ഇതെന്തു പറ്റി? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തുടർച്ചയായിട്ടുള്ള ആശുപത്രി സന്ദർശനങ്ങൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുന്നു. 13 മാസത്തിനിടെ മൂന്നാമത്തെ വട്ടം അദ്ദേഹം ആശുപത്രിയെ സന്ദർശിക്കാൻ ഒരുങ്ങുന്നു. ട്രംപിന്റെ ശാരീരിക ക്ഷമതയെയും ഭരണത്തിൽ തുടരുവാനുള്ള മാനസിക ആരോഗ്യ അവസ്ഥയെയും കുറിച്ച് മെഡിക്കൽ വിദഗ്ധർ വളരെ കൃത്യമായിട്ട് സംശയമുണർത്തിയിരിക്കുന്നു. ഇന്ന് വാൾട്ടർ റീഡ് മെഡിക്കൽ സെന്ററിൽ വെച്ച് നടക്കുന്ന മെഡിക്കൽ ഡെന്റൽ പരിശോധനകൾക്ക് പ്രസിഡന്റ് സമയം നിശ്ചയിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് 2025 ഏപ്രിലിൽ വാർഷിക ശാരീരിക പരിശോധനയ്ക്കായിട്ടും പിന്നീട് ഒക്ടോബറിൽ ഒരു ഫോളോ അപ്പ് പരിശോധനയ്ക്കും അദ്ദേഹം ഡോക്ടർമാരെ കണ്ടിരുന്നു. പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ട്രംപിന്റെ കഴുത്തിലും കൈകളിലും ഉൾപ്പെടെ ചർമ്മത്തിൽ മുഴുവൻ ചതവുകളും ചുവന്ന പാടുകളും വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യം, അത്തരത്തിൽ കാണപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഈ പുതിയ ആശുപത്രി സന്ദർശനം. പൊതുജനങ്ങളും ഈ മാറ്റങ്ങൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ നടത്തിയ വാഷിംഗ്ടൺ പോസ്റ്റ്, ABC ന്യൂസ്, ഇപ്സോസ് സംയുക്ത സർവേ പ്രകാരം ട്രംപിന് പ്രസിഡന്റായി സേവനം അനുഷ്ഠിക്കുവാനുള്ള മാനസിക സൂക്ഷ്മതയുണ്ട് എന്ന് 40% അമേരിക്കക്കാർ മാത്രമാണ് വിശ്വസിക്കുന്നത്. സെപ്റ്റംബറിലെ 47% നിന്ന് 7 പോയിന്റിന്റെ ഇടിവാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. മുൻ പ്രസിഡന്റ് ജോ ബൈഡന് പദവിയിൽ തുടരുവാൻ മാനസിക ശേഷിയില്ലെന്ന് ആവർത്തിച്ചു കുറ്റപ്പെടുത്തിക്കൊണ്ട് 2024 തെരഞ്ഞെടുപ്പിൽ ആരോഗ്യ വിഷയം ഒരു പ്രധാന ചർച്ചാ വിഷയമാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ട്രംപ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഇത്രയധികം രാഷ്ട്രീയ പ്രാധാന്യം നേടുന്നത് എന്നാണ്. ശാരീരിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കണക്കുകൾ ഇതിലും ആശങ്കാജനകമാണ്. അദ്ദേഹം ജോലിക്ക് യോഗ്യനാണ് എന്ന് ഇപ്പോൾ 44% ആളുകൾ മാത്രമാണ് അഭിപ്രായപ്പെടുന്നത്. മുൻപത്തെ 54% നിന്നുള്ള വലിയ ഇടിവാണിത്. ഏറ്റവും പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ 79-കാരനായ ട്രംപ് താൻ മികച്ച രീതിയിൽ ആരോഗ്യവാനാണ് എന്നും 30 വർഷം മുമ്പത്തെക്കാൾ ഉന്മേഷം തോന്നുന്നുണ്ട് എന്നും ആവർത്തിച്ച് അവകാശപ്പെടുന്നുണ്ട് എങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു. സമീപ മാസങ്ങളിൽ ആവർത്തിച്ചുള്ള ചതവുകൾക്കൊപ്പം ട്രംപിന്റെ കണങ്കാലുകളിൽ വലിയ തോതിൽ വീക്കമുള്ളതായിട്ടും കാണപ്പെട്ടിരുന്നു. കൂടാതെ പ്രധാനപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള യോഗങ്ങൾക്കിടയിൽ പ്രസിഡന്റ് ചിലപ്പോഴൊക്കെ കണ്ണുകൾ അടച്ചിരിക്കുന്നതും പരസ്യമായി ശ്രദ്ധയിൽപ്പെടുകയാണ്. ട്രംപിന്റെ ആരോഗ്യത്തിൽ ആഴത്തിലുള്ള എന്തോ പ്രശ്നമുണ്ട് എന്ന് ആശങ്ക അത് മുൻ വൈറ്റ് ഹൗസ് ഡോക്ടർമാരും ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. വൈറ്റ് ഹൗസ് ഒരു തരത്തിലുള്ള ശാരീരിക അസുഖവും പുറത്തു പറയുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നും എന്നാൽ പ്രായമായ ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നും പ്രസിഡന്റിന് ഇപ്പോൾ ഏകദേശം 80 വയസ്സായെന്നും മുൻ വൈസ് പ്രസിഡന്റ് ഡിക് ചീനിയുടെ കാർഡിയോളജിസ്റ്റായിരുന്ന ജോനാഥൻ റെയ്നർ ചൂണ്ടിക്കാണിച്ചു. വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ സുതാര്യതയുടെ കുറവുള്ളതായിട്ടാണ് ആ ഡോക്ടർ പറയുന്നത്. തന്റെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരിശോധനകളിലെല്ലാം മികച്ച ബൗദ്ധിക സ്കോറുകൾ നേടിയിട്ടുണ്ട് എന്ന് ട്രംപ് മുമ്പ് അവകാശപ്പെട്ടിരുന്നെങ്കിലും ഈ പരിശോധനാ ഫലങ്ങൾ ഒന്നും തന്നെ പൊതുജന പരിശോധനയ്ക്കായിട്ട് ഇതുവരെ ലഭ്യമാക്കിയിട്ടില്ല എന്നതാണ്. അമേരിക്കൻ പ്രസിഡന്റുമാർ അവരുടെ വാർഷിക ആരോഗ്യ രേഖകൾ പരസ്യമാക്കണമെന്ന് നിയമപരമായ നിർബന്ധമില്ല. എന്നാൽ പ്രസിഡന്റിന്റെ ആരോഗ്യം നിഷ്പക്ഷമായി വിലയിരുത്തുന്നതായിട്ടൊരു സ്വതന്ത്ര കമ്മീഷൻ രൂപീകരിക്കുന്നതിന് സമീപ മാസങ്ങളിൽ ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്കൻ പാർട്ടികളിലെ ജനപ്രതിനിധികളിൽ നിന്ന് ഒരു വലിയ പിന്തുണയേറുന്നുണ്ട്. അപ്പോൾ അതിനിടെ പ്രസിഡന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളെ പരിശോധനയുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ മുൻനിര ആരോഗ്യ ഉദ്യോഗസ്ഥരും തങ്ങളുടെ വാദങ്ങളുമായിട്ട് ഇപ്പോൾ രംഗത്ത് വരികയാണ്. ഡോക്ടർ വോസ് അദ്ദേഹത്തിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിച്ചതായിട്ടും 70 വയസ്സിന് മുകളിലുള്ള ഒരാളിൽ താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ടെസ്റ്റോസ്റ്റിറോൺ അളവ് ട്രംപിനാണ് ഉള്ളത് എന്നും സാക്ഷ്യപ്പെടുത്തിയതായിട്ട് കെറ്റി മില്ലറിലെ പോഡ്കാസ്റ്റിൽ റോബർട്ട് എഫ് കെന്നഡി വെളിപ്പെടുത്തിയിരിക്കുന്നു. എങ്കിലും ട്രംപിന്റെ തുടർച്ചയായ ആരോഗ്യ സംരക്ഷണമില്ലായ്മ അല്ലെങ്കിൽ ആശുപത്രി സന്ദർശനങ്ങൾ ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിലും ആരോഗ്യരംഗത്തും വലിയ ചർച്ചയായി തന്നെ തുടരുകയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സത്യത്തിൽ ട്രംപ് ഈ ആശുപത്രി വാസം തുടങ്ങിയിരിക്കുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ട്രംപിന്റെ ആരോഗ്യനില പോകുന്നു.
ബോധം നശിച്ചു പോകുന്ന തരത്തിൽ, ഓർമ്മക്കുറവ് ഉണ്ടാകുന്ന തരത്തിലേക്ക് ട്രംപ് എത്തപ്പെടുന്നു. ട്രംപിന്റെ നാളുകൾ എണ്ണപ്പെട്ടു. മരണം കാത്തു കഴിയുകയാണ് ഇപ്പോൾ.